മോളെ ഇങ്ങോട്ട് വന്നേ. എന്താ മമ്മി? ഇങ്ങോട്ട് വാന്ന്. എന്തിനാ? ഇങ്ങോട്ട് വാടി. അവിടെ പോയി കഴിക്കാവാ. അപ്പൊ ജുവൻ കൊടുക്കണ്ട മമ്മി? ഇതൊക്കെ ഒരുപാട് വിലയുള്ള സാധനമാണ്. അവനൊന്നും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. മോള് കഴിക്കും. അല്ല, നിന്റെ വാള എവിടെ? അറിയില്ലേ? അമ്മ കുഞ്ഞിക്ക് പിഷ്ട വാങ്ങിച്ചിട്ടാ? ഓനമ്മ വാങ്ങിച്ചു തരാം കേട്ടോ. എടാ, നീ എന്റെ മോളുടെ വാള എടുത്തോ? ഇല്ല, എന്റെ കുഞ്ഞെടുത്തിട്ടില്ല. ചെക്ക കള്ളത്തരം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിട്ടുണ്ടെങ്കിലേ മര്യാദക്ക് ഇങ്ങോട്ട് തന്നോ. എന്താ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരും എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ടുണ്ടാവും. അവള് കളിച്ചവിടെയൊക്കെ ഞാൻ പോയി നോക്കി, എവിടെയില്ല. അവനോട് എടുത്തിട്ട് മര്യാദ കൊടുക്കാൻ പറ. എന്തായിട്ട് എങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണടി? ഈ ഒരു സമയത്ത് നീ ഇങ്ങോട്ട് വന്നപ്പോ എനിക്കൊരു പന്തി കേട്ട് തോന്നിയതാ. ഹോസ്പിറ്റലിൽ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് എങ്ങനെയാ ചെയ്യിപ്പിക്കുന്നത്? നിനക്ക് മര്യാദക്ക് നോക്കൂടായിരുന്നോ? ഇത്ര നേരം അവര് ഒരുമിച്ച് കളിച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചോ. ഒന്നും വിചാരിക്കണ്ട നീ. മാനുവായിട്ടിന് അടുത്താഴ്ച സർജറി പറയുന്നുണ്ട്. വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല ഏട്ടാ. എണ്ണ കണ്ട ഒന്ന് ഓക്കെ ആവും തോന്നി, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലിലൊക്കെ നല്ലൊരു എമൗണ്ട് വരെയായിരിക്കും. പക്ഷെ നല്ല കവറേജ് ഉള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലൊന്നും 1 രൂപ പോലും ആവില്ല ഏട്ടാ. പൈസക്ക് വേണ്ടി ചേച്ചി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിന്റെ ഭർത്താവ് ഓട്ടോക്കാരൻ തന്നെയല്ലേ? അവൻ ഇതൊക്കെ എടുക്കാനുള്ള വരുമാനം ഉണ്ടാ? മാസം 400-500 മുതൽക്ക് അടവ് വരുന്നുള്ളൂ ചേച്ചി. 1 കോടി അവർക്ക് കവറേജും കിട്ടും. അതിനുള്ളതൊക്കെ എൻ്റെ മാനുവേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ GST ഒക്കെ ഒഴിവാക്കിയതുകൊണ്ട് പണ്ട് 10 ലക്ഷത്തിന്റെ കവറേജിന് കൊടുത്ത പൈസ കൊണ്ട് ഇപ്പൊ 20 ലക്ഷത്തിന്റെ പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാ ഞങ്ങൾ എടുത്തത്. എന്നാൽ ഇത്ര വലിയ ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ എവിടെ എടുത്തത്? ബയോയില് ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ ഏട്ടനെ പോലുള്ള പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് എടുക്കാമെങ്കിൽ 30 മുതൽ 50% വരെ കുറഞ്ഞ ചിലവേ ആവുള്ളൂ. ചേച്ചിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? തൈറോയിഡ്, ആസ്മ, BP, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ 1-ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പോളിസി വരെ എടുക്കാം. എന്തായാലും 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടും. ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് അച്ഛനും അമ്മയുള്ള കാലത്ത് മാത്രമേ സ്വന്തം വീട്ടിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതായിരിക്കും കുഞ്ഞ അവസ്ഥ.